നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം അനുഭവിക്കുന്നു. ആ അനുഭവം എന്ന് പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലാണ്. ഏതൊരു സ്ത്രീയും ഏതൊരു ഭർത്താവിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു വരുന്ന ഏതൊരു സ്ത്രീയും ഒരമ്മയുടെ മകൾ തന്നെയാണ്. ആ വീട്ടിലെ അമ്മയ്ക്കും ഒരു മകൾ ഉണ്ടായിരിക്കും. അതേ പേറ്റുനോവ് അറിഞ്ഞായിരിക്കും ആ മകളെയും ആ അമ്മ വളർത്തിയിട്ടുണ്ടാകുക. വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു മകളെ സ്വന്തം മകളായി പോലും കാണണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഒരു മനുഷ്യനായിട്ടെങ്കിലും കണ്ടൂടെ എന്ന് പോലും ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഷളാകുന്ന നീക്കമാണ് നടക്കുന്നത്. ചെറ്റത്തരം കാണിക്കുന്നതിലും ഒരു അതിരില്ലേ എന്നാണ് ഈ വാർത്തകൾ കേൾക്കുമ്പോൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. സത്യത്തിൽ ആ വാക്കല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് മലയാള നിഘണ്ടുവിലുള്ള ഏറ്റവും മോശം പരാമർശം നമുക്ക് ഈ ഒരു വാർത്തയ്ക്ക് കൊടുക്കാവുന്നതാണ്. വയനാട്ടിൽ ഭർത്താവിന്റെ സുഹൃത്തായ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയ യുവതി മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് ഭർത്തൃവീട്ടിൽ മാസങ്ങളായി നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച്. യുവതിയുടെ പരാതിയിൽ ഭർത്താവിനും ഇയാളുടെ സുഹൃത്തും CPM ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ പി ഷംഷീദിനും എതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭർത്താവിന്റെ സുഹൃത്ത് വീട്ടിലെത്തി കടന്നുപിടിച്ചതായാണ് യുവതി നൽകിയ പരാതി. ഭർത്താവിന്റെ സുഹൃത്തായ പിണങ്ങോട് സ്വദേശിയായ ഷംഷീദ് വീട്ടിലെത്തി കടന്നുപിടിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിൽ വ്യക്തമായി പറയുന്നു. കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു. മുൻപും ഇതിൽ ചില അനുഭവം ഉണ്ടായപ്പോൾ സുഹൃത്തിന് അനുകൂല നിലപാടാണ് ഭർത്താവ് സ്വീകരിച്ചതെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നു. ഭർത്താവും മാതാപിതാക്കളും സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കാറുണ്ടെന്നും യുവതി ആരോപിച്ചു. സ്ത്രീധനമായി 101 പവനും കാറും വേണമെന്നും പറഞ്ഞ ഭർത്താവ് നിരന്തരം ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. ഭർത്താവ് എല്ലാവരോടും പൈസ വാങ്ങും, എന്നിട്ട് എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും കൊടുത്ത ശേഷം ആവശ്യങ്ങൾ അവളെ വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങി. പലരും വിളിക്കാൻ തുടങ്ങിയപ്പോൾ ആ നമ്പറുകളെല്ലാം ബ്ലോക്ക് ചെയ്തു. ഭർത്താവിനോടും വീട്ടുകാരോടും ഇതേക്കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിനക്കെന്താ കിടന്നു കൊടുത്തുകൂടെ, അവന്റെ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടല്ലേ എന്നൊക്കെയാണ് ഭർത്താവിന്റെ ഉമ്മ പറയാൻ തുടങ്ങിയത് എന്നാണ് യുവതി വിവരിച്ചത്. കഴിഞ്ഞ 17-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. ഭർത്താവിനൊപ്പം വീട്ടിലെത്തിയ ഷംഷീദ് ലൈംഗിക താല്പര്യത്തോടുകൂടി കടന്നു പിടിക്കുകയായിരുന്നുവെന്ന് കേസ് നൽകിയ ശേഷം മാധ്യമങ്ങളോട് യുവതി വെളിപ്പെടുത്തി. 4 മക്കളുണ്ട്. ഇതിൽ 3 പേർ മാത്രമേ എന്റെ കൂടെയുള്ളൂ. ഒരാൾ ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ്. ഡിവൈഎഫ്ഐ നേതാവായ ഷംഷീദ് മക്കളില്ലാത്ത സമയങ്ങളിൽ വരും. കള്ളും കുടിച്ചിട്ടാകും വരിക. ഭക്ഷണം വേണമെന്ന് പറയും. വിളമ്പിക്കൊടുക്കുമ്പോൾ അവിടെയും ഇവിടെയും ഒക്കെ തൊടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യും. ഇക്കാര്യം ഭർത്താവിനോട് പറഞ്ഞപ്പോൾ സാരമില്ല, നിന്റെ തോന്നലായിരിക്കും ഇത് എന്നാണ് പറയുന്നത്. അതല്ല, അങ്ങനെ ഉറപ്പാണെങ്കിൽ അവനങ്ങ് നിന്നുകൊടുത്തേക്ക് എന്നും ഭർത്താവിന്റെ ആവശ്യം. അവന്റെ ഇഷ്ടമൊക്കെ അങ്ങ് തീർത്തിട്ട് പോട്ടെ എന്നും പറയും. ഇക്കഴിഞ്ഞ 17-ന് ഭക്ഷണം കൊടുത്ത ശേഷം വെള്ളമെടുക്കാൻ വേണ്ടി അടുക്കളയിൽ പോയപ്പോൾ ഈ ഷംഷീദ് പിന്നാലെ വരികയും ലൈംഗിക ഉദ്ദേശത്തോടുകൂടി കടന്നു പിടിക്കുകയുമാണ് ചെയ്തത്. ഇതോടെ ഓടി റൂമിനകത്തേക്ക് കയറി വാതിലടച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവ് ഇത് ശ്രദ്ധിച്ചതായി ഭാവിച്ചതേയില്ല. അവർ പോയ ശേഷമാണ് പിന്നെ വാതിൽ തുറന്ന് മക്കളെ കൂട്ടാൻ വേണ്ടി പോയത്, യുവതി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അതേസമയം പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നും യുവ നേതാവിനെതിരായി രാഷ്ട്രീയ പ്രേരിതമായി ഉയർത്തുന്ന പരാതികളാണിതെന്നും ഭർത്താവ് മാധ്യമങ്ങളോട് വിവരിച്ചു. കുടുംബം പ്രശ്നങ്ങളുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചതായും ഭർത്താവ് വെളിപ്പെടുത്തി. വാർത്താ സമ്മേളനം നടത്തിയാണ് ഭർത്താവിന്റെ പ്രതികരണം. ഷംഷീദ് വളർന്നു വരുന്ന നേതാവാണെന്നും പിന്നിൽ രാഷ്ട്രീയമാണുള്ളതെന്നും ഭർത്താവ് പറയുന്നു. ഷംഷീദിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഭാര്യയും മക്കളും ഭക്ഷണം കഴിച്ചത്. പീഡന ശ്രമം ഉണ്ടായി എന്ന് പറയുന്ന ദിവസം ഷംഷീദ് വീട്ടിലേക്ക് വന്നിട്ടില്ല എന്നും ഭർത്താവ് പറയുന്നു. യുവതിയുടെ വെളിപ്പെടുത്തൽ നോക്കാം. മദ്യപിച്ചെത്തിയ ഭർത്താവിന്റെ കൂടെയാണ് അന്ന് ഷംഷീദും ബാവയും വീട്ടിലെത്തിയത്. കുതറി മാറാൻ ശ്രമിച്ച തന്നെ തെറി പറയുകയും പാർട്ടിയിലുള്ള ആളാണ് പുറത്തു പറഞ്ഞാൽ മക്കളെയും തന്നെയും കൊന്നുകളയുമെന്ന് പറഞ്ഞതായും യുവതി പറയുന്നു. 13 വർഷം മുമ്പ് മറ്റൊരു യുവതിയെ ഭർത്താവ് കല്യാണം കഴിച്ചത് മറച്ചുവെച്ചാണ് തന്നെ കല്യാണം കഴിച്ചത്. ആദ്യ ഭാര്യയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. തനിക്ക് കുട്ടി ഉണ്ടായ ശേഷമാണ് നേരത്തെ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നുവെന്ന വിവരം അറിയുന്നത്. പിന്നീട് ആദ്യ ഭാര്യയെ ഒഴിവാക്കുന്നതിന് തന്റെ സ്വർണം വിറ്റ് 2.5 ലക്ഷം രൂപ നൽകി. അതിന് പകരമായി 3.5 സെന്റ് സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി. ഇത് തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഷംഷീദ് ബാവയും ഭർത്താവും നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഷംഷീദ് ബാവ പീഡിപ്പിച്ചത് സംബന്ധിച്ച ഗാർഹിക പീഡനം സംബന്ധിച്ചും കഴിഞ്ഞ ദിവസം കൽപ്പറ്റ പോലീസിലാണ് പരാതി നൽകിയത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 25 പവൻ നൽകിയാണ് തന്നെ കല്യാണം കഴിച്ചത്.
മദ്യപാനിയായ ഭർത്താവ് സ്വർണമെല്ലാം വിറ്റുതീർത്തു. പിന്നീട് 101 പവനും കാറും വേണമെന്ന് ആവശ്യപ്പെട്ട് തന്നെ മർദ്ദിക്കാൻ തുടങ്ങി. ഭർത്താവിന്റെ മാതാവും പിതാവും ഇതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയും കൂട്ടം ചേർന്ന് തന്നെ മർദ്ദിച്ചതോടുകൂടി വീട്ടുകാരെ വിളിച്ചുവരുത്തി സ്വന്തം വീട്ടിലേക്ക് പോയി. അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ പീഡനവുമായി ബന്ധപ്പെട്ട് മഹല്ല് കമ്മിറ്റികൾ പലതവണ ഒത്തുതീർപ്പ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും വീണ്ടും പീഡനം തുടർന്നുകൊണ്ടേയിരുന്നുവെന്നും യുവതി പറയുന്നു. എന്തായാലും കൃത്യമായ പോലീസ് അന്വേഷണം ഇതിൽ ഉണ്ടാകും. തീർച്ചയായും യുവതി പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അടികിട്ടേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.